ശ്രീ ജോസ് തോമസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവിടെ ജയ് വിളിക്കാൻ പരിചയമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുഖങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് രാഹുലുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തള്ളിപ്പറഞ്ഞെടുത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ തൊട്ട് ഷാഫി പറമ്പിൽ വരെയുണ്ട്. ഉള്ളിൽ ഇപ്പം എന്താണെങ്കിൽ പോലും ധാർമ്മികത, ആദർശം, സ്ത്രീ സുരക്ഷ, ഇതൊക്കെ സിനിമ എടുക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഈ കേരള രാഷ്ട്രീയത്തിന്റെ ആ ഒരു അല്പം ഒരു ലജ്ജ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊന്നും ഒരു തൊട്ടുപോലും തീണ്ടിയിട്ടില്ല എന്നാണോ? ദിലീപിന്റെ വിഷയവും അമ്മയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ശ്രീമതി ആശാ ഉണ്ണിത്താനും അവതാരകയും അപർണയും പറഞ്ഞു, ജൻസി തലമുറ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അല്ലേ, നെഞ്ചും പിരിച്ച് അവിടെ വോട്ട് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അയാള് ഇപ്പോൾ നെഞ്ചും പിരിച്ചു വന്നത്, ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുമെന്നല്ല കേട്ടോ, ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ അയാൾക്ക് ജാമ്യമില്ല എന്ന് വന്നപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു, അത് കോടതി അനുവദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തേക്ക് വരുമല്ലോ, അല്ലെ അയാൾ പിന്നെയും ഗുഹയ്ക്കുള്ളിൽ വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അയാൾ വന്നു. എന്നാൽ 76 വയസ്സായ ഒരു മനുഷ്യൻ ലൈറ്റ് ഇല്ലാത്ത തിയേറ്ററിൽ ഇരുന്ന് ഒരു സംവിധായകയെ കയറി പിടിച്ചിട്ട് അവര് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഒരു ചെറുപേര് കണക്കാതെ അയാൾ ഇപ്പോഴും പോലീസിന്റെ മൂക്കിന് താഴെ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അത് CPM കാരനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. PT കുഞ്ഞുമുഹമ്മദ് എന്നാണ് ആ മനുഷ്യന്റെ പേര്. അതിനെക്കുറിച്ച് ഇവിടെ ഒരു ആക്ടിവിസ്റ്റുകൾക്കും ചർച്ചയില്ല. കാരണം അയാൾ CPM-ന്റെ ഒരു സഹയാത്രികനാണല്ലോ, ആ ചർച്ചയില്ല. പിന്നെ ഇനി അമ്മയുടെ ഇതിലേക്ക് വരാം. നമ്മുടെ പ്രശസ്തിയായ കുറ്റാന്വേഷക ഭാഗ്യലക്ഷ്മി കുറ്റാന്വേഷണത്തോടെ കണ്ടുപിടിച്ചു ഇത് ചെയ്തത് ദിലീപ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റ് ദിവ്യയാണോ ഞാൻ പേര് കൃത്യമായിട്ട് കേട്ടില്ല. പറഞ്ഞു ദിവ്യ പറഞ്ഞു ദിലീപിനെ അവര് കെട്ടിപ്പിടിക്കുന്നു. അതായത് ഇവരൊക്കെ കണ്ടെത്തി കഴിഞ്ഞു ദിലീപാണ് കുറ്റവാളി, കോടതി ചെയ്തത് ശരിയായില്ല. എന്നാൽ ഞങ്ങൾ സാധാരണ പൗരന്മാർ വിചാരിക്കുന്നത് കോടതി, നീതിന്യായ കോടതി പറയുന്നതാണ് ശരിയെന്നാണ്. പിന്നെ ഭാഗ്യലക്ഷ്മി എന്റെ കൂടെ വേറൊരു ചർച്ചയിൽ പറഞ്ഞു, ഇനി അപ്പീൽ പോകും, ഹൈക്കോടതി പോകും, സുപ്രീം കോടതി പോകും, അത് കഴിഞ്ഞിട്ട് സംഘടനയിലേക്ക് എടുത്താൽ പോരെ, ഇതുവരെ എന്തിനായിരുന്നു ഇത്ര തിടുക്കം? എന്നാൽ ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മിയോടും ഇവിടെ അവതാരകയോടും ഒക്കെ പറയുകയാണ്, അങ്ങനെ സുപ്രീം കോടതി വരെ പോയി കേസ് തെളിയിച്ചിട്ട് അവിടെ നിരപരാധിയാണെന്ന് തെളിയിച്ച് തിരിച്ചു വരാനാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഭരിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ലാവ്ലിൻ കേസ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്, അത് കുറ്റവാളിയാണോ എന്ന് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാതെ ദിലീപിനെ അങ്ങ് തേജോവധം ചെയ്യുക. ഈ പറയുന്ന സഹപാനലിസ്റ്റ് എങ്ങനെയാണ് അറിഞ്ഞത് ദിലീപാണ് ഈ കുറ്റം ചെയ്തതെന്ന്? എന്താണ് അവർക്കുള്ള തെളിവ്? അവർക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ദിലീപിനെതിരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദിലീപിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കോടതി വിധി വന്നതിന് ശേഷം ഞാൻ ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യും. കാരണം കോടതി പറയുന്നു അയാൾ നിരപരാധിയാണെന്ന്. അപ്പോൾ നിങ്ങളെന്നും പറയും കോടതി പണം മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെ കോടതി പക്ഷാഭേദം കാണിച്ചു എന്ന് പറയുന്നേ. അപ്പോ നീതിന്യായ കോടതിയെയോ ആർക്കും ബഹുമാനമില്ല. അതാണ് ന്യായം. എത്ര ദിവസമായി ഈ ചാനൽ ചർച്ച തുടങ്ങിയിട്ട്? ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ, പ്രസക്തി ഉണ്ടോ? എന്താണ് അമ്മയുടെ സെക്രട്ടറി കുക്കു പരമേശ്വരൻ പറഞ്ഞത്? എന്താണ്? നിയമം പറയുന്നു, കോടതി പറയുന്നു അയാൾ നിരപരാധിയാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചെടുക്കുന്നു. ഈ അതിജീവിത എന്ന് പറയുന്ന ആൾ അവിടുന്ന് രാജിവെച്ച് പോയാണ്, ഇയാളെ പുറത്താക്കി കോടതി നിരപരാധിയാണെന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചെടുക്കും. ഇനി അപ്പീൽ പോയി ഹൈക്കോടതിയുടെ എന്നാണ് വിധി വരുന്നത്? അതുവരെ അയാളെ പുറത്തു നിർത്തണോ? അയാളോട് സംസാരിക്കാതിരിക്കണോ? അയാൾ ഒരു മനുഷ്യനായിട്ട് കണക്ക് കൂട്ടരുത് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ പറയുന്ന അയാളെ കെട്ടിപ്പിടിച്ചു, അയാളോട് സംസാരിച്ചു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ദിലീപാണ് കുറ്റവാളി എന്ന്? ദിലീപാണ് നിഷേധം നിങ്ങൾക്ക് എന്താണ് തെളിവ്? പോലും വായിച്ചു നോക്കിയിട്ടില്ല. ഇവർക്ക് വിധി കൊടുക്കാനില്ല, കുറ്റപത്രം കൊടുക്കാനില്ല. നിങ്ങൾ വിധി എഴുതുകയാണ്. ഇത് അനീതിയാണ്. ഈ ചർച്ച അനീതിയാണ് പറഞ്ഞത്. ഇവിടെ വന്നിരുന്ന ഈ പറയുന്ന സ്ത്രീകൾക്ക്, സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നവർ, അവരാണ് ഞാൻ PT കുഞ്ഞുമോഹന്റെ കാര്യം ചോദിച്ചത്. ശ്രീ ജോസ് തോമസ്, ഞാൻ കോടതി വിധിയെ കുറിച്ച് പറയുന്നില്ല. ധാർമ്മിക ബോധം എന്ന ഒരു സംഭവം കൂടെ പുറത്തുള്ളത് കൊണ്ടാണല്ലോ ഈ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ കമന്റുകൾ വരുന്നത്. എത്ര പേര് കമന്റ് ഇട്ടിട്ടുണ്ട്? അവർക്കൊക്കെ സൈബർ ആർമി ഒന്നും അല്ലല്ലോ. സാധാരണക്കാർക്ക് അതിജീവിതയ്ക്ക് സൈബർ ആർമി ഉണ്ടോ? അങ്ങനെ അവിടെ നടക്കുന്നുണ്ടല്ലോ ഇതിനകത്ത്. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വരുന്ന കമന്റുകൾ നോക്കിയിട്ട് നമ്മൾ ഒരു വിധി എഴുതുക എന്ന് പറയുന്നത് ബാലിസമാണ്.
അത് പണ്ട് മൈത്രേയൻ പറഞ്ഞതുപോലെയാണ്. പണ്ട് കലിങ്ങിലിരുന്ന് കമന്റ് അടിക്കുകയും തെറി പറയുകയും ചെയ്തിരുന്നവർ ഇന്ന് ഫേസ്ബുക്കിലേക്ക് യൂട്യൂബിലേക്ക് മുഖം പൂട്ടിയിരിക്കുന്നു. അല്ല, അപ്പൊ ഈ ഇറങ്ങിയ സിനിമകൾക്ക് എന്താണ് സംഭവിച്ചത്? അതും ഈ കണ്ടത് ഈ പ്രേക്ഷകരാണല്ലോ. അത് പ്രേക്ഷകർ നിഷ്കരണം തള്ളിയത് കൊണ്ടായിരിക്കണമല്ലോ ഈ പടങ്ങളൊക്കെ ഇടപെടം പൊട്ടിപ്പോയത്. ശ്രീ ജോസ് തോമസ്, ദിലീപിനെ വെച്ച് പ്രേക്ഷകർ കണ്ട ഹിറ്റ് പടങ്ങൾ എടുത്ത ഒരാൾ കൂടിയാണ് താങ്കൾ. അതല്ല ഈ കഴിഞ്ഞ 8 വർഷം ഇറങ്ങിയ പടങ്ങൾക്ക് സംഭവിച്ചതെന്ന് താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. ഈ കേസ് വന്ന് അറസ്റ്റ് ചെയ്തതിനു ശേഷമാണല്ലോ രാമലീല ഇറങ്ങിയത്. രാമലീല സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നീട് വന്ന സിനിമകൾ അതിന് മെരിറ്റ് ഉണ്ടായിരുന്നില്ല, അത് നല്ല സിനിമകളല്ലായിരുന്നു എന്ന് ഞങ്ങൾ തന്നെ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ട്. അതെ, പ്രിൻസ് ആൻഡ് ഫാമിലിയെ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയ പടമാണ്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇപ്പൊ അവിടെ ഇരുന്ന് നമ്മുടെ സഹപാനലിസ്റ്റുണ്ടല്ലോ, അവർ ജ്യോതിഷിയാണ്. രംഗത്തെ എപ്പോ കാണാമെന്ന് അവര് കബഡി നിരക്ക് മനസ്സിലാക്കിയോ പടം ഓടില്ലെന്ന്. പടം ഇറങ്ങി പടം നല്ലതാണെങ്കിൽ ഓടുക തന്നെ ചെയ്യും. ഇനി മോഹൻലാൽ എന്താ? മോഹൻലാൽ ദിലീപിനെ അങ്ങ് പൊക്കാൻ വേണ്ടിയാണ് കൂടെ സഹകരിച്ചത്. ഒന്നുമില്ല, അയാളുടെ തൊഴിലാണ് ഒരു സിനിമയിൽ അഭിനയിക്കാന്നുള്ളത്. പിന്നെ ദിലീപിന്റെ ട്രെയിലറിലെ ഡയലോഗാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ശരിയാണ്, അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. അയാളുടെ കമ്പാക്ക് തന്നെ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിനി സിനിമാ ഡയലോഗ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് അയാളുടെ മനസ്സ് തുറന്ന് പറഞ്ഞതാണെങ്കിൽ പോലും അത് ശരിയാണ് എന്ന് ഞാൻ പറയും. പിന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അയാൾ പറഞ്ഞു, മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞു എന്ന് പറയുന്നു. അയാൾ മഞ്ജു വാര്യരുടെ ഗൂഢാലോചനയുടെ പിന്നിൽ നല്ലല്ലോ പറഞ്ഞത്. മഞ്ജു വാര്യരുടെ പ്രസംഗത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ നേരെ ഇതെല്ലാം വന്നത് എന്നാണല്ലോ അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ ന്യായമല്ലേ? പിന്നെ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ഭാഷ, ശരീരഭാഷയൊക്കെ നോക്കിയിട്ട് ഇവിടെ വിധി പറയാൻ വരുന്നവരെ ലജ്ജാകരം എന്നേ പറയാനുള്ളൂ. ലജ്ജാകരം. അല്ല ശ്രീ ജോസ് തോമസ്, അല്ല എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. ഇത് സിനിമാ ഡയലോഗ് അല്ല, മനസ്സിലുള്ളതാണെന്ന് കൂടെ താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ദിലീപിനെ അറിയുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അപ്പോൾ ഈ പോലീസിന്റെ ഗൂഢാലോചനയാണ് എന്ന് ഈ വിധിക്ക് ശേഷം പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു ദിലീപ് ഉണ്ട്. ഇത് തന്നെ ആയിരിക്കും സിനിമയിൽ വരാൻ പോകുന്ന കഥയും അല്ലേ? സ്വാഭാവികമായിട്ടും സിനിമ പ്രേക്ഷകരിൽ എത്താനുള്ള എളുപ്പമുള്ള ഒരു മീഡിയമാണല്ലോ അല്ലേ? എനിക്ക് ആ സിനിമയുടെ കഥയോ അതിന്റെ പശ്ചാത്തലം ഒന്നും അറിയില്ല. പക്ഷേ ഇയാൾ പറഞ്ഞത് കൃത്യമല്ലേ? പോലീസിന്റെ ഗൂഢാലോചന. ഞാൻ ചോദിക്കട്ടെ, ജയിൽ IG ആയിരുന്ന ശ്രീലേഖ IPS എന്താണ് പറഞ്ഞത്? സെൻകുമാർ എന്താണ് പറഞ്ഞത്? ഇതിൽ ദിലീപ് നിരപരാധിയാണ്, ഇത് മനഃപൂർവ്വം തലയിൽ കെട്ടിവെച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊരു ചാനലിൽ ഒരു അവതാരകയോട് ഇത് പറഞ്ഞതാണെന്നറിയാമോ? അവരുടെ ഇപ്പോഴത്തെ കൊടിയുടെ നിറം എന്താണെന്ന് അറിയാമല്ലോ? ശ്രീലേഖയുടെയും സെൻകുമാറിന്റെയും കൊടിയുടെ നിറം. അവിടെയും രാഷ്ട്രീയം വലിച്ചു കയറ്റി. അതായത് അപ്പോൾ ദിലീപ് ചിലപ്പോ എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക. എനിക്കറിയില്ല, ദിലീപിന്റെ രാഷ്ട്രീയവും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അന്നസ്ഥാനത്ത് ആലുവ MLA അവരുടെ ഫംഗ്ഷനിൽ ദിലീപിനെ വിളിച്ചിരുന്നു. പിന്നെ ദിലീപിന്റെ സുഹൃത്തുക്കളെല്ലാം അയാളെ തള്ളിപ്പറഞ്ഞ് ചീത്ത വിളിച്ച് ചവിട്ടി ഓടിക്കണം. ഇത്രേ സിനിമ കേട്ടു. അമ്മയിൽ വാശി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ പിന്നിൽ നിന്ന് നയിക്കുന്നത് പുരുഷന്മാരാണത്രേ. എന്നാൽ സിനിമയിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള പുരുഷന്മാരെല്ലാം ഒന്നിനെ ആത്മഹത്യ ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും വനിതകളും എടുത്തു. അതാണോ പറഞ്ഞു വരുന്നത്? ഇത് ഞാൻ വൈകാരികമായി സംസാരിക്കുന്ന കാര്യമുണ്ടല്ല. ഇത് കുറെ നാളായി തുടങ്ങിയിട്ട് പുരുഷന്മാരെല്ലാം അധമന്മാരാണ്. അതെ, കേരളത്തിലെ പുരുഷന്മാരിലെ അധമന്മാരാ. ഇവരെ എന്നാ നറേറ്റാ കൊടുക്കുന്ന സമൂഹത്തിന്? അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഇതിനൊരു മറുപടി